CJP രൂപം കൊണ്ടത് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെ എന്ന നിഗമനങ്ങൾ ശരിവെക്കുകയാണ് അഭിജിത്ത് ദീപ്കെ പറഞ്ഞ ഒരു വാക്ക്. ജനകീയ സമ്മർദ്ദ ശക്തി. CJPയെ കുറിച്ച് അഭിജിത്ത് പറഞ്ഞ വിശേഷണമാണ് ഇത്. ഇതിനർത്ഥം പ്രക്ഷോഭങ്ങൾ ഇവിടെ തീരുന്നില്ല എന്ന് തന്നെ. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രവർത്തിക്കുക. അതുതന്നെയാണ് ബംഗ്ലാദേശിലും നേപ്പാളിലും കണ്ടത്. കാര്യങ്ങൾ പറയാൻ സമ്മർദ്ദം എന്തിന് എന്ന ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ശക്തമാണ്. ആവശ്യങ്ങൾ പറയാം, പ്രതികരിക്കാം, പക്ഷെ സമ്മർദ്ദ തന്ത്രം അതിന്റെ പിന്നിൽ ഗൂഢ അജണ്ട തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഇനി ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് വളരെ വിശദമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സമ്മർദ്ദ ശക്തി അഥവാ പ്രഷർ ഗ്രൂപ്പ്. എന്താണ് പ്രഷർ ഗ്രൂപ്പ്? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, രാഷ്ട്രീയ അധികാരമുണ്ടാകില്ല, പൊതുനയം, കോർപ്പറേറ്റ് തീരുമാനങ്ങൾ, സർക്കാർ നിയമങ്ങൾ ഇവയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ ഒരു സംഘടിത കൂട്ടായ്മ. അതാണ് പ്രഷർ ഗ്രൂപ്പ്. പ്രത്യേക കാരണങ്ങളിലോ കൂട്ടായ താല്പര്യങ്ങളിലോ മാത്രമായിരിക്കും ഇവർക്ക് ശ്രദ്ധ. പൊതുജനങ്ങൾക്കും നയരൂപീകരണക്കാർക്കും ഇടയിലുള്ള ഒരു പാലമായി ഇവർ പ്രവർത്തിക്കും. എങ്ങനെയാണ് ഇനി ഇവയുടെ പ്രവർത്തന രീതി എന്ന് പറയാം. സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ഏറെ ഫലപ്രദമായവയായാണ് പ്രഷർ ഗ്രൂപ്പുകളെ വിലയിരുത്തുന്നത്. അവർ നിയമങ്ങൾ വിജയകരമായി മാറ്റും, കോർപ്പറേറ്റ് ഉത്തരവാദിത്തം നടപ്പിലാക്കും, ദേശീയ നയം മാറ്റും. ലക്ഷ്യങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രഷർ ഗ്രൂപ്പുകൾ പലപ്പോഴും പ്രവർത്തിക്കുക. അതിനായി പല രീതിയിലുള്ള മാർഗങ്ങൾ അവർ തേടുകയും ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യും. ലോബി, കൺസൾട്ടേഷൻ, ഗവേഷണം, നയരൂപീകരണങ്ങൾ, കരട് ബില്ലുകൾ ഇത് അവതരിപ്പിക്കുന്നതിനായി ഇവർ ബ്യൂറോക്രാറ്റ്സ്, മന്ത്രിമാർ, നിയമനിർമ്മാതാക്കൾ എന്നിവരുമായി നേരിട്ട് മീറ്റിംഗുകൾ നടത്തും. അമേരിക്ക, UK തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം പ്രഷർ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം സജീവമാണ്. മീഡിയ പബ്ലിസിറ്റി ക്യാമ്പയിനുകൾ, പൊതുജന അവബോധം വളർത്തുക, പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുക, അതിനുവേണ്ടി സമൂഹ മാധ്യമങ്ങൾ, പരസ്യം, ടെലിവിഷൻ എന്നിവ ഇവർക്ക് മീഡിയമായി അവർ ഉപയോഗിക്കും. പൊതുപ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തും. സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടി റാലികൾ നടത്തുക, മാർച്ചുകൾ നടത്തുക, സമരങ്ങൾ സംഘടിപ്പിക്കുക. ബഹിഷ്കരണങ്ങളും സാമ്പത്തിക സമ്മർദ്ദവും, അതായത് ധാർമ്മികത എല്ലാം ഏശാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ ഉപഭോക്തൃ ബഹിഷ്കരണങ്ങൾ സംഘടിപ്പിക്കും. നയപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കേസുകൾ ഫയൽ ചെയ്യും. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോടതികളിലൂടെ സമ്മർദ്ദം ചെലുത്തും. ലോകത്തെ പ്രശസ്ത പവർ ഗ്രൂപ്പുകൾ, പരിസ്ഥിതി, കാലാവസ്ഥ ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഗ്രീൻ പീസ് എന്ന ഒരു സമ്മർദ്ദ ഗ്രൂപ്പുണ്ട്. അപകടകാരിയായ രാസവസ്തുക്കൾ നിരോധിക്കുന്നതിനും വാണിജ്യ തിമിംഗല വേട്ട അവസാനിപ്പിക്കുന്നതിനും പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറുന്നതിനും ഇവ സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതുപോലെ തന്നെ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, WWF, അന്താരാഷ്ട്ര സംരക്ഷണ നയങ്ങൾ, കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ, സുസ്ഥിര കോർപ്പറേറ്റ് വിതരണ ശൃംഖലകൾ ഇവയെ വളരെയധികം സ്വാധീനിക്കുന്നു. എക്സ്റ്റൻഷൻ റിബലിയൻ, ആഗോള സർക്കാരുകളെ ഔപചാരിക കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സമ്മർദ്ദത്തിലാക്കുന്നതിനായി പൊതു ഉപരോധങ്ങൾ, പ്രതിഷേധങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ, സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ പൗരന്മാരെ അണിനിർത്തുന്ന വലിയൊരു ശൃംഖലയാണ്. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും വധശിക്ഷകൾ നിർത്തലാക്കാനും വിവേചനപരമായ നിയമങ്ങൾ മാറ്റിയെഴുതാനും ഭരണകൂടങ്ങളിൽ ഇവർ സമ്മർദ്ദം ചെലുത്തും. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, നിയമ രാഷ്ട്രീയ ലോബിയിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ലോക നേതാക്കളെയും ഐക്യരാഷ്ട്രസഭയെയും പ്രാദേശിക സംഘടനകളെയും സമ്മർദ്ദത്തിലാക്കുന്ന ഗവേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നു. മാനുഷിക നയം, ആരോഗ്യ സംരക്ഷണം, അതാണ് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ്. മരുന്നുകളുടെ വില കുറയ്ക്കാൻ, ജീവൻ രക്ഷാ മരുന്നുകൾക്കുള്ള നിയന്ത്രിത പേറ്റന്റ് നിയമങ്ങൾ നീക്കം ചെയ്യുന്നതിനും ആഗോള ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരെയും സർക്കാരുകളെയും സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ നിരവധി സമ്മർദ്ദ ഗ്രൂപ്പുകൾ, പ്രഷർ ഗ്രൂപ്പുകൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്ന ഒരുപാട് പ്രഷർ ഗ്രൂപ്പുകളുണ്ട്. അമേരിക്കൻ ഇസ്രയേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി അത്തരത്തിലുള്ളതാണ്. വാഷിംഗ്ടണിലെ ഏറ്റവും ശക്തമായ വിദേശ നയ ഗ്രൂപ്പുകളിലൊന്നാണ്. ഇസ്രയേലിലെ തുടർച്ചയായ സൈനിക നയതന്ത്ര പിന്തുണ ഉറപ്പാക്കാൻ US നിയമനിർമ്മാതാക്കളെ ആക്രമണാത്മകമായി സ്വാധീനിക്കുന്ന ഒന്നാണത്. അതുപോലെ നാഷണൽ റൈഫിൾ അസോസിയേഷൻ, ഇതിങ്ങനെ തുടരുകയാണ്. ഒരുപാട് സംഘടനകളാണ് ഇതുപോലെ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന പ്രഷർ ഗ്രൂപ്പുകൾ. ഇനി ഇന്ത്യയിലെ ചില പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ച് പറയാം. GD ബിർള അടക്കമുള്ള നേതാക്കളുടെ കീഴിൽ 1927 സ്ഥാപിതമായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര സാമ്പത്തിക ആസൂത്രണത്തിലും ശക്തമായ സമ്മർദ്ദ ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചിരുന്നതാണ്. മറ്റൊന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. ഇത് കർഷകരെ സംഘടിപ്പിക്കുക, അവരുടെ അവകാശങ്ങൾക്ക്, ചൂഷണാത്മക ഭൂമി വ്യവസ്ഥകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. ഇത്തരത്തിലുള്ള നിരവധി സംഘടനകളെ കുറിച്ച് നമുക്കറിയാം, അവരുടെ പ്രക്ഷോഭങ്ങളെ കുറിച്ചറിയാം. അങ്ങനെ നോക്കുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയായി മാറില്ല എന്നും രാജ്യത്ത് ജനകീയ സമ്മർദ്ദ ശക്തിയായി പ്രവർത്തനം തുടരും എന്ന് അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം ഭരണകൂടം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘടനയുടെ മുഖ്യ ഉപദേഷ്ടാവായി സോനം വാങ്ചുക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനമായിട്ടുണ്ട്. രാജ്യത്ത് കൂടുതൽ ജനകീയ മുന്നേറ്റങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുമെന്നും അതിന് CJP നേതൃത്വം നൽകുമെന്നും അവർ അറിയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ പൊതുസ്ഥാപനങ്ങൾ
സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്വവും നിഷ്പക്ഷതയും ഉറപ്പാക്കുന്നതിനായി സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് അഭിജിത്ത് ദീപ് കെ പറയുന്നു. അതിനൊപ്പം E20 ഇന്ധന നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പവും സംഘടന നിലകൊള്ളും. ആവശ്യമെങ്കിൽ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ പഠിക്കുമെന്നും ഒക്കെയാണ് അഭിജിത്ത് ദീപ് കെ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.